Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പേപ്പറിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏതൊക്കെയാണ് SA ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഒന്ന് പാസ്സാകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് യൂഷ്വൽ ഇവിടെ 4 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്ലോബൽ ബിസിനസിൻ്റെ ബേസിക്സ് ആണ്. അതിൽ 2 യൂണിറ്റുകൾ കാണാൻ സാധിക്കും. ഗ്ലോബൽ ബിസിനസ് എന്താണ്, മോഡ് ഓഫ് എൻട്രി, അതിനെ പറ്റിയുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഗ്ലോബൽ ബിസിനസ്, അതിൽ ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ്, ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ്. ദെൻ ബ്ലോക്ക് നമ്പർ 3 വരുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, MNCയും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അതിൽ MNCനെ പറ്റിയിട്ടുള്ളതും FDIനെ പറ്റിയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ദെൻ ലാസ്റ്റ് റീജിയണൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ, അതിൽ റീജിയണൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്താണ്, പിന്നെ WTO. ഇങ്ങനെ നമുക്ക് 4 ബ്ലോക്കുകളായിട്ട് കാണാൻ സാധിക്കും. സോ നമുക്ക് ഓരോ ബ്ലോക്കിൻ്റെയും ഡീറ്റെയിൽ അനാലിസിസിലോട്ട് കടക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ബ്ലോക്ക് ഗ്ലോബൽ ബിസിനസ്. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ കാണാൻ പറ്റും ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിർബന്ധമായും SA ടോപ്പിക്കുകൾ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിർബന്ധമായും പഠിക്കണം. ഇപ്പോൾ ഇതിലെ ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബൽ ബിസിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ SCക്കും 5 മാർക്കിനും ഒക്കെ പ്രതീക്ഷിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളാണ് പറയാൻ പോകുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബൽ ബിസിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, SAക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, SA 5 മാർക്ക്, ഇതിനൊക്കെ മാറി മാറി പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് നിർബന്ധമായും പഠിച്ചിരിക്കണം, സ്കിപ്പ് ചെയ്യരുത്, ഈസിയാണ്, സ്കോർ ചെയ്യാൻ പറ്റും. ഡ്രൈവേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് 5 മാർക്കിനോ, ചിലപ്പോൾ ഈ പറയുന്ന ഫീച്ചേഴ്സ് അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഇത് കൂടിയിട്ട് ഒരു ചോദ്യം SAക്ക് ആയിരിക്കാം. അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെയിലേക്ക് ഇപ്പോൾ ഡ്രൈവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചോദിക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് സ്കോപ്പ്. ഞാൻ ഈ പറഞ്ഞ 3-4 ചോദ്യങ്ങൾ പറഞ്ഞില്ലേ, അതിലേതെങ്കിലും ഒരെണ്ണം SA, ഒരെണ്ണം 5 മാർക്ക് മസ്റ്റായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്കോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് അതും പഠിക്കണം കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം ഇതിൽ നിന്ന് നിർബന്ധമായി നോക്കേണ്ടത് ഗ്ലോബലൈസേഷൻ്റെ ഇമ്പാക്റ്റ് അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം ആദ്യം പറഞ്ഞ ഞാൻ 4-5 കാര്യങ്ങൾ പറഞ്ഞത് നിർബന്ധമായും നോക്കാം കേട്ടോ. സ്റ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് ബിസിനസ് നോക്കി വയ്ക്കാം. 5 സ്റ്റേജസ് ചോദിക്കാം. 5 മാർക്സിൻ്റെ ചോദ്യത്തിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് ബിസിനസ്. സ്കിപ്പ് ചെയ്യരുത്, 5 സ്റ്റേജസ് കേട്ടോ. അപ്രോച്ചസ് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, അത് നോക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ ഞാൻ ആദ്യം പറഞ്ഞ ഏരിയാസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്, ഗ്ലോബൽ ബിസിനസ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, സ്കോപ്പ്, ഡ്രൈവേഴ്സ്. ഓക്കെ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് SA, ഒരു ടോപ്പിക്ക് 5 മാർക്ക് മസ്റ്റായിട്ട് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം സ്റ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് ബിസിനസ്, അത് ഞാൻ പറഞ്ഞു, അതിൻ്റെ അപ്രോച്ചസ് അതും 5 മാർക്കിൻ്റെ ഉള്ള ടോപ്പിക്കാണ്. സോ ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ് നമ്പർ 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും സാധിക്കും, ബേസിക്സ് ആയതുകൊണ്ട്
വളരെയധികം ടൈം എടുത്ത് പഠിക്കാം. നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ 2 ആണ് നമുക്ക് വരുന്നത്, മോഡ് ഓഫ് എൻട്രി. സോ ഇതിൽ നിന്ന് നമുക്ക് 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ ഏതെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യാം. സോ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിലോട്ടൊന്ന് കടക്കാം. കുറേ ടീമുകളുണ്ട് ഇതിൽ, ഇതൊക്കെ നോക്കാം. നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൻ്റെ ബേസിൽ നോക്കിയാലും മതി. ഇൻ്റർനാഷണൽ ലൈസൻസിങ് അങ്ങനത്തെ ഇതിൽ ഞാനൊരു കുറേ മോഡ് ഓഫ് എൻട്രീനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ ഇതൊരു 5 മാർക്കിന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രാഞ്ചൈസിങ് ആൻഡ് ലൈസൻസിങ് പഠിച്ചു വെച്ചോളൂ കേട്ടോ. 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധമായും പഠിക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഈ മോഡ് ഓഫ് എൻട്രിയിൽ ഒരുപാട് മോഡ് ഓഫ് എൻട്രി ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അങ്ങനെ ഒരു ചോദ്യമാണ്. സ്ട്രാറ്റജിക് അലയൻസ് എന്താണ്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉള്ളത് മെർജേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് 5 മാർക്സിൻ്റെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യവും പിന്നെ മെർജറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് മെയിനായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കേട്ടോ. ടേൺ കീ പ്രോജക്ട്സ് 2 മാർക്കോ 5 മാർക്കോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഫോറക്സ് ട്രേഡ് 2 മാർക്ക് ചോദ്യമാണത്. അപ്പോൾ ആ രീതിയിൽ അപ്രോച്ച് കൊടുക്കുക നിങ്ങൾ. ഞാൻ പറഞ്ഞ 1-2 ചോദ്യങ്ങൾ മിനിമം ഫോക്കസ് ചെയ്ത് പോകാം. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 2. 2 യൂണിറ്റുകളാണ് ഇതിലുള്ള. സോ ആദ്യം ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻ്റ് ആണ് നമ്മുടെ ആദ്യത്തെ ബ്ലോക്ക് വരുന്നത്. സോ നമ്മളിതിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിലോട്ടൊന്ന് കിടക്കുകയാണ്. സോ ഇതിലാദ്യം ബേസിക്സ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് നോക്കി പോകാമെന്ന് മാത്രം. ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ബേസിക്സ് കാണാൻ പറ്റും നമുക്ക്. സ്റ്റാർട്ടിങ് അതിൻ്റെ ഫോഴ്സസ് എന്തൊക്കെയാണ്, മെത്തേഡ്സ് ഓഫ് സ്കാനിങ് ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ ആദ്യത്തെ ആ ബേസിക് കാര്യങ്ങളൊന്ന് നോക്കി വെച്ചോളൂ. 2 മാർക്സിനൊക്കെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ BOP എന്താണ് 2 മാർക്സിന് കാണാറുണ്ട്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ലാസ്റ്റ് ഏരിയയിലുണ്ട് 1-2 ടോപ്പിക്കുകൾ, അതിലോട്ട് കിടക്കണം. കൂടുതൽ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞ പോലെ നല്ലത്. ടൂൾസ് ഫോർ എൻവയോൺമെൻറ്റ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതിൽ പോർട്ടേഴ്സ് 5 ഫോഴ്സസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൂൾസ് ഫോർ എൻവയോൺമെൻറ്റ് അനാലിസിസിൽ പോർട്ടേഴ്സ് 5 ഫോഴ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്കാണ് ഞാൻ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. 5 ഫോഴ്സസ് പോർട്ടറുടെ എന്തായാലും പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ് ഇതിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത് പോർട്ടറുടെ ഞാൻ ഈ പറഞ്ഞു. പിന്നെ 2 മാർക്ക് 5 മാർക്കിലേക്ക് പിന്നെ ആദ്യത്തെ ചിലപ്പോൾ ഏതെങ്കിലും 1-2 കാര്യങ്ങൾ ചോദിച്ചാലായി എന്ന് പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ബിസിനസ് എൻവയോൺമെൻറ്റ്, ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ്, പിന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ജസ്റ്റ് ഒന്ന് കാണാനുണ്ട്, അത് നോക്കാം. പിന്നെ ഫോഴ്സസ് ഉണ്ട്, അത് 2 മാർക്കിൻ്റെ അതിൻ്റെ സ്കാനിങ് ഉണ്ട്, അത് നോക്കി വയ്ക്കാം. ദാറ്റ്സ് ഓൾ. അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ 2 മാർക്സിലേക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ പോർട്ടറാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. മൂവിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ, നെക്സ്റ്റ് യൂണിറ്റ്, ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസ്. കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്, ബട്ട് ഇതിൽ നിന്ന് SCക്ക് സാധ്യതയുണ്ട് ഈ പ്രാവശ്യം. നിർബന്ധമായും പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഇൻ്റർനാഷണൽ തിയറീസ് ആണ്, ടൈപ്സ് ഓഫ് ഇൻ്റർനാഷണൽ തിയറീസ്. കൺസെപ്റ്റ് അറിഞ്ഞു വയ്ക്കുക. ടൈപ്സ് ഓഫ് ഇൻ്റർനാഷണൽ തിയറീസ് നോക്കണം. അതുപോലെ തന്നെ മെർക്കൻറ്റലിസം എന്താണ് 5 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. മെർക്കൻറ്റലിസത്തിൻ്റെ എന്തെങ്കിലും ചോദ്യം, 3 ബേസിക് ഇഷ്യൂസ് ഓഫ് മെർക്കൻറ്റലിസം വേണമെങ്കിൽ കേട്ടോ. 5 മാർക്കോ 5 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ഏതെങ്കിലും മെർക്കൻറ്റലിസത്തിൻ്റെ കൺസെപ്റ്റ് 2 മാർക്സിനൊക്കെ
പ്രതീക്ഷിക്കാം. ഇനി എസ് എ ആണ്. ഇന്റർനാഷണൽ ട്രേഡിന്റെ തിയറീസ്, അത് ചിലപ്പോൾ ക്ലാസിക്കൽ തിയറീസ് ആവാം അല്ലെങ്കിൽ മോഡേൺ തിയറീസ് ആവാം. ഇത് ഒരു എസ് എക്കുള്ള ഒരു ടോപ്പിക്കാണ്. ഇതാണ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ അതിലേതെങ്കിലും ഒരു തിയറി എടുത്തിട്ട് സെപ്പറേറ്റ് ചോദിക്കും, മോഡേൺ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. അപ്പോൾ ചിലപ്പോൾ മോഡേൺ മാത്രമായിരിക്കാം അല്ലെങ്കിൽ ക്ലാസിക്കൽ മാത്രമായിരിക്കാം, ചിലപ്പോൾ രണ്ടും കൂടിയിട്ട് ചിലപ്പോൾ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്ന ഒരു എസ് ഐ ക്വസ്റ്റ്യൻ ആണ് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ്. സോ നിർബന്ധമായും പഠിക്കുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു യൂണിറ്റ്. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 3, MNC ആൻഡ് ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ നമ്മൾ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. നെക്സ്റ്റ്, ഇതിൽ നിന്ന് നമ്മൾ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ്, MNCയുടെ ഫീച്ചേഴ്സ് നോക്കി വയ്ക്കണം. 5 മാർക്സിൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് MNCയുടെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. 5 മാർക്സിൻ്റെ ചോദ്യത്തിലേക്കാണ് കേട്ടോ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്, കൂടുതൽ അതിനുള്ള സാധ്യത അങ്ങനെയാണ്. അപ്പോൾ MNC എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഈ പറഞ്ഞ ഇമ്പോർട്ടൻസ്, ഫോംസ്, അത് നോക്കി വെച്ചോളൂ. എവറിത്തിങ് നമ്മൾ 5 മാർക്കിൻ്റെയിലേക്കാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്തൊക്കെയാ പറഞ്ഞ ഫീച്ചേഴ്സ്, ഫോംസ്, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ, MNCയുടെ ബെനഫിറ്റ്സ്, ഫോംസ്, ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, ഇത്ര കാര്യങ്ങൾ നോക്കി വയ്ക്കുക. 5 മാർക്കിൻ്റെയിലേക്ക് ഇതിൽ ഏതെങ്കിലും 1 2 എണ്ണമൊക്കെ വരണമെങ്കിൽ ഒരെണ്ണം എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സോ ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യം. പിന്നെ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത് MNCനെ റിലേറ്റ് ചെയ്തിട്ട് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ MNC. അതും വേണമെങ്കിൽ 5 മാർക്കിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കാം. ഇഷ്യൂസ് ഫേസ്ഡ് ബൈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. അപ്പോൾ ഇതിലേതെങ്കിലും ചോദ്യങ്ങളാണ് ഞാൻ 5 മാർക്കിൻ്റെയിലേക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിർബന്ധമായും പഠിക്കാം. അപ്പോൾ എന്തൊക്കെയാ, ഐ റിപ്പീറ്റ്, പിന്നെ ക്രിറ്റിസിസം ഉണ്ട് നോക്കാം. ഐ റിപ്പീറ്റ്, MNCനെ റിലേറ്റ് ചെയ്തിട്ട് പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഇഷ്യൂസ് MNCനെ റിലേറ്റ് ചെയ്തിട്ട്, പിന്നെ MNCയുടെ ബേസിക്സ്, അതിലെ ഫീച്ചേഴ്സ് പറഞ്ഞു, ബെനഫിറ്റ്സ്, ഇമ്പോർട്ടൻസ്, ഫോംസ്, ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ 5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് അബൌട്ട് MNCനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ 5 മാർക്സിൻ്റെയിലേക്ക് ഇതൊക്കെ നോക്കി വയ്ക്കുക. ചിലത് ചിലപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാം. ഓക്കെ, മൂവിങ് ടു യൂണിറ്റ് നമ്പർ 2, ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഒരു എസ് എ ടോപ്പിക്കിന് സ്കോപ്പുള്ള ഒരു ചാപ്റ്റർ ആണ്. നിർബന്ധമായും ഇതിൻ്റെ ബേസിക്സ് പഠിച്ചു വയ്ക്കുക. എസ് എക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ എന്താണ് ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പഠിക്കുക. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ സാധിക്കും. 5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ FDI ആൻഡ് FPI പഠിച്ചോട്ടോ 5 മാർക്കിൻ്റെയിലേക്ക്. ദെൻ പിന്നെ ടൈപ്സ് ഓഫ് ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. എഗെയിൻ 5 മാർക്സിൻ്റെ ചോദ്യമാണ്. FDIയുടെ ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞു SAക്ക് ഈ പറഞ്ഞ ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇതാണ് നെക്സ്റ്റ് നമ്മളിതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഫീച്ചേഴ്സ് FDIയുടെ SA ടോപ്പിക്കാണ് കേട്ടോ. FDIയുടെ ഫീച്ചേഴ്സ് നിർബന്ധമായും പഠിക്കുക, പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അതും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ക്ലാരിറ്റി എന്ന് പ്രതീക്ഷിക്കുന്നൊരു 15 മാർക്കിൻ്റെയിലേക്കുള്ള സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ് FDI, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജ്. ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക് SAക്ക്. പിന്നെ ലാസ്റ്റ് അതിൻ്റെ കോമ്പോസിഷൻ ഒക്കെ കാണാൻ സാധിക്കും. നമുക്ക് അങ്ങനെ വരാനുള്ള സാധ്യത അധികമില്ല. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് കൊടുക്കുക. പിന്നെ FDIയുടെ പോളിസി ഫ്രെയിം വർക്കാണ് ലാസ്റ്റ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുക. നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ നിങ്ങൾ നോക്കാം കേട്ടോ. എത്രത്തോളം നമുക്ക് വലിയൊരു ചാപ്റ്റർ തന്നെ, വലിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വേഗം അവസാനിപ്പിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ FDIനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പറഞ്ഞ കാര്യങ്ങളിലോട്ടും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എന്തൊക്കെയാണ് FDIയുടെ FDI എന്താണ്, അതിൻ്റെ
ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഞാൻ എസ്ഐക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞു ഡിഫറൻസ് ബിറ്റ്വീൻ FDI ആൻഡ് FPI നമ്മൾ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ FDIയുടെ ടൈപ്സ് അഗെയിൻ 5 മാർക്കിൻ്റെയിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ 3 ആണ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ അതോറിറ്റി ആണ് നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലോട്ട് കടക്കാം. ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് മെയിനായിട്ട് 5 മാർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ SCക്ക് ഇടുമോ എന്നുള്ളത് അറിയില്ല. ഈ ഒരു ടോപ്പിക്ക് നോക്കി വയ്ക്കുക. FDI പോളിസി, ദി ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ്. അതിപ്പോൾ SCക്ക് ആണെങ്കിൽ നിങ്ങളിതൊക്കെ എഴുതി വയ്ക്കേണ്ടി വരും. FDI പോളിസി, ഇൻ്റർനാഷണലൈസേഷൻ, സെലക്റ്റഡ് കൺട്രീസിൻ്റെ ഓരോ കൺട്രീസിൻ്റെയും സെപ്പറേറ്റ്, ചൈന, തായ്ലാൻഡ്, ചിലി, ചിലപ്പോൾ അങ്ങനെയാവും വരാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രിയുടെ സെപ്പറേറ്റ് എടുത്തിട്ട് 5 മാർക്സിനും വരാം. അപ്പോൾ FDI പോളിസി എന്ന് പറയണത് SCക്ക് ആവാം. SCക്ക് ആണെങ്കിൽ ഇത് മൊത്തം ഇങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രിയുടെ സെപ്പറേറ്റ് എടുത്തിട്ട് ചോദിക്കുകയും ചെയ്യാം. ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ് നമ്പർ 3. മൂവിങ് ടു ലാസ്റ്റ് ബ്ലോക്ക് നമ്പർ 4. അതിൽ യൂണിറ്റ് നമ്പർ 1 റീജിയണൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ. അതിൽ റീജിയണൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ WTO 2 യൂണിറ്റാണ് വരുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ SI പ്രതീക്ഷിക്കുന്നുണ്ട്. റീജിയണൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ സ്റ്റേജസ് അല്ലെങ്കിൽ ലെവൽസ് എന്താണെന്ന് ചോദിച്ചുള്ളൊരു ചോദ്യം. അപ്പോൾ എന്താണ് റീജിയണൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്നുള്ളത് നോക്കി വയ്ക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം ഞാൻ പറഞ്ഞു അതിൻ്റെ ലെവൽസ്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ, അതിനുശേഷം ദ ലെവൽസ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ, ഇതൊക്കെയാണ് ടോപ്പിക്. പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ, ദെൻ ഫ്രീ ട്രേഡ് ഏരിയ, അതിൻ്റെ ലെവൽ കസ്റ്റംസ് യൂണിയൻ. അപ്പോൾ ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ്, കസ്റ്റംസ് യൂണിയൻ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാൻ വേണമെങ്കിൽ, കോമൺ മാർക്കറ്റ്, ഇക്കണോമിക് യൂണിയൻ. അപ്പോൾ അങ്ങനെ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ, റീജിയണൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ലെവൽസ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്താണ് എന്നുള്ളത്, അതിൻ്റെ ലെവൽസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഐ റിപ്പീറ്റ്, ലെവൽസ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. അതിൻ്റെ സ്റ്റേജസ് അല്ലെങ്കിൽ നമുക്ക് പറയാം ലെവൽസ് എന്ന്. പിന്നെ ഇതിൽ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം നാഫ്റ്റ എന്താണ് 2 മാർക്കിൻ്റെയിലേക്ക്, ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെയിലേക്ക് വേണമെങ്കിൽ എടുത്ത് ചോദിക്കുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ് നമ്പർ 1 ബ്ലോക്ക് നമ്പർ 4. ഒരു SI പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് ലെവൽസ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ. മൂവിങ് ടു ലാസ്റ്റ് യൂണിറ്റ് WTO. ഓക്കെ, സോ 5 മാർക്കിൻ്റെയിലേക്ക് സ്കോപ്പുള്ള പല കാര്യങ്ങളുള്ളൊരു ചാപ്റ്ററാണ് WTO. അപ്പോൾ WTO എന്താണെന്നുള്ളത് നോക്കാം. ദെൻ വാരിയസ് എഗ്രിമെൻറ്റ്സ് 5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. വാരിയസ് എഗ്രിമെൻറ്റ്സ് ഏതൊക്കെയാണ് WTOയുടെ നോക്കി വയ്ക്കുക കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നമ്മളതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഡിഫറൻസ്, ഗാട്ട് എന്താണെന്നുള്ളത് നോക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ഗാട്ട് ആൻഡ് WTO 5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നൊരു ടോപ്പിക്കാണ്. നിർബന്ധമായും പഠിക്കുക കേട്ടോ. WTOയും ഗാട്ടും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ നമ്മളിതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ADB ലാസ്റ്റ് ഉണ്ട്. 5 മാർക്കോ 2 മാർക്കോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ADB അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം. ഓക്കെ, IMF നോക്കി വയ്ക്കാം, ADB നോക്കി വെച്ചോളൂ, നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ലാസ്റ്റ് യൂണിറ്റ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വലിയൊരു സബ്ജക്റ്റാണ്, ഒരുപാട് നമുക്ക് വായിക്കാനുണ്ട്. സോ എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങൾ 5 മാർക്ക് 2 മാർക്സിൻ്റെയൊക്കെ ഏതൊക്കെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും.
സോ പിന്നെ നമ്മുടെ ഓൺലൈനായിട്ടുള്ള കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ടിങ് വീഡിയോസായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലെത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.